ഈ 100 തവണ എണ്ണേണ്ടത് എങ്ങനെയാണ്? ഇമാം ബൈഹഖി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സുനനുൽ കുബ്രയിൽ ഉദ്ധരിക്കുന്നു, അൻ അബ്ദുല്ലാഹി ഇബ്നു അംറിൻ ഖാൽ റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖിദു തസ്ബീഹ ബിയമീനിഹി. അല്ലാഹുവിന്റെ റസൂൽ തന്റെ വലത് കൈകൊണ്ട് തസ്ബീഹ് എണ്ണുന്നത് ഞാൻ കണ്ടു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കല്ലുകൾ ഉപയോഗിച്ചിട്ടില്ല, അല്ലാഹുവിന്റെ റസൂൽ തസ്ബീഹ് മാലയും ഉപയോഗിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വലത് കൈകൊണ്ട് എണ്ണിയിരുന്നു. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. അഖദ എന്ന് പറഞ്ഞാൽ അങ്ങനെ കൂട്ടുന്നതിനാണ് അഖദ എന്ന് പറയുക. ഇത് ഹില്ലാണ്, ഇത് അഖദാണ്. അഖദ് എന്ന് പറഞ്ഞാൽ അങ്ങനെ നിവർന്ന് നിൽക്കുന്നതിനെ കൂട്ടുന്നതിനാണ് അഖദ് എന്ന് പറയുക. അപ്പോൾ സുബ്ഹാനല്ലാഹ് 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 സുബ്ഹാനല്ലാഹ്, ഇതാണ് രീതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദിക്ർ ചൊല്ലുന്ന രീതി. അതുകൊണ്ട് തന്നെ തസ്ബീഹ് മാലകളും അതേപോലെയുള്ള കാര്യങ്ങളുമൊക്കെ ഒഴിവാക്കലാണ് ഏറ്റവും ഖൈറായത്. കൈകൊണ്ട്, അതും വലത് കൈകൊണ്ട്. അവിടെ നോക്കുക, ചില ആളുകൾ ഇടത് കൈകൊണ്ട് എണ്ണുന്നത് കാണാം. വലത് കൈയാണ് അതിന് ഉപയോഗിക്കേണ്ടത്. ബിയമീനിഹി എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ വലത് കൈ കൊണ്ടാണ് ദിക്റുകൾ എണ്ണിയിട്ടുള്ളത്. അതുകൊണ്ട് വലത് കൈ കൊണ്ട് എണ്ണാൻ ശ്രമിക്കുക. മറ്റു യന്ത്രങ്ങളും തസ്ബീഹ് മാലകളുമൊക്കെ ഒഴിവാക്കുക. കൈകൾ കൊണ്ട് തന്നെ എണ്ണാൻ ശ്രമിക്കുക. എന്നാൽ ചില പണ്ഡിതന്മാർ പറഞ്ഞു, എണ്ണത്തിന് പ്രാധാന്യമുള്ളതുകൊണ്ടും എണ്ണം കൃത്യമായി തിട്ടപ്പെടുത്തുന്നതിൽ ഓർമ്മക്കുറവുള്ള പ്രായമെത്തിയ ആളുകളോ അല്ലെങ്കിൽ ആ നിലക്ക് തീരെ ഓർത്തെടുക്കാതെ എപ്പോഴും വസ്വാസ് തന്നെയുള്ള ആളുകൾക്കോ തസ്ബീഹ് മാല പോലെയുള്ളതോ മറ്റോ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ അങ്ങനെയുള്ള പ്രശ്നങ്ങളില്ലാത്തവർ, ബുദ്ധിശക്തിയോ ഓർമ്മശക്തിയോ അതേപോലുള്ള പ്രയാസങ്ങളോ ഇല്ലാത്തവർ കൈകൾ കൊണ്ട് തന്നെ എണ്ണം പിടിക്കലാണ് ഏറ്റവും ഖൈറായിട്ടുള്ളത്. അല്ലാഹു തബാറക വ തആല അഅലം.